ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, 2 തിരുനാളുകളാണല്ലേ. ദൈവകരുണയുടെ തിരുനാള്, അതേപോലെ തന്നെ പുതുഞായർ, തോമസ് ലീഗയുടെ വിശ്വാസം എല്ലാം ഒക്കെയുള്ള വലിയൊരു സന്തോഷമാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ, തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ. ദൈവകരുണയിൽ ലുത്തനെയൊക്കെ നൊവേനയൊക്കെ പൂർത്തിയാക്കിയായിരുന്നല്ലോ അല്ലേ. ദിവസം കർത്താവിന്റെ കരുണ ധാരാളം ലോകത്തിന് മുന്നിൽ ഉണ്ടാകാൻ വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ, സുഖമാണോ? ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മ ചൊല്ലി, തകർന്നു പോയ കുടുംബങ്ങളില്ല, കുടുംബ ബന്ധങ്ങൾ. ഡിവോഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് ഒരു വീട്ടിൽ, ഭാര്യ വീട്ടിൽ, വിദേശത്തൊക്കെ പല സ്ഥലം അങ്ങനെയൊക്കെയുള്ളതെല്ലാം മാറി താമസിക്കുന്നു. അങ്ങനെ അങ്ങോട്ട് മക്കള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വേറെ സ്ഥലത്താണ്. അങ്ങനെ തകർന്ന കുടുംബങ്ങൾ ഒന്നു ചേരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അവിടെ വലിയൊരു കരുണയുടെ ദിവസം, പക്ഷെ വലിയൊരു കരുണയുണ്ടാകും. എല്ലാ പ്രാർത്ഥനകൾക്കും ഒരു ഉത്തരവ് ഉണ്ടാവും. അൺആൻസേർഡ് ആയിട്ടുള്ള പ്രാർത്ഥനകളൊന്നുമില്ല. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ദൈവം ഇതെല്ലാം കാണും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് അങ്ങനത്തെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെ ഉണ്ടാകാതെയും കൂടെ ദൈവം സംരക്ഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പ്രവചന വരത്തിലൂടെ ശക്തിപ്പെടുത്തണമെന്നാണ്. അപ്പോസ്തല പ്രവർത്തനം 27-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ തിരുവചനമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ പല വചനങ്ങൾ അടുപ്പിച്ചല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ പൗലോസിയുടെ കപ്പൽ യാത്ര, കപ്പൽ നാശം, ദ്വീപിലാക്കപ്പെടുന്ന കാര്യങ്ങൾ അവിടെ പറയാണ്. അതായത് പൗലോസ്ലീഹ പറയാണ്, എന്നാൽ ഇപ്പോൾ ധൈര്യമായിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു. കപ്പൽ തകർന്നു പോകുമെന്നതല്ലാതെ നിങ്ങളിൽ ആർക്കും ജീവഹാനി സംഭവിക്കുകയില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കപ്പലിൽ കയറുന്ന മര്യാദയ്ക്ക് പറഞ്ഞാണ്, അത് കേട്ടില്ല. അപ്പൊ അതിൻ്റെതായ കുറച്ച് തകർച്ച വരും. പിന്നെ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ളതല്ല, ദൈവത്തെ രക്ഷിച്ചോളും. പക്ഷെ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കുറച്ചൊക്കെ വരും. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എങ്ങനെ പോകുന്ന സമയത്ത് എന്ന് വെച്ചാൽ കൊടുങ്കാറ്റടിക്കുന്നു, പിന്നെ കപ്പല് ദേശയില്ല, ഒരു രക്ഷയില്ല, ഭക്ഷണം കഴിക്കാൻ ആർക്കും തോന്നുന്നില്ല. അങ്ങനത്തെ ആകെ ഒരു പ്രത്യേക അവസ്ഥയിൽ ജനം ഇങ്ങനെ കെട്ടിരിക്കുന്ന സമയത്ത് പൗലോസ്ലീഹ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവിന്റെ ഒരു വെളിപ്പെടുത്തൽ കിട്ടി. ഒരു പ്രൊഫറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറയണം. അതായത് ഇപ്പോൾ ഉദാഹരണമായി, ഈശോ നിന്നെ അനുഗ്രഹിക്കും. അതൊരു പ്രോഫസിയാണ്, അല്ലാതെ ഭാവി പ്രവചിക്കുന്ന മാത്രമല്ല പ്രോഫസി നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രവചന വരത്തിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ നമുക്ക് ഈ പ്രവചനവരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഭാവി പറയുന്നു എന്നുള്ള ഒറ്റ സെൻസ് മാത്രം നമ്മൾ എടുക്കുള്ളൂ. അങ്ങനെയല്ല. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, കർത്താവ് നിന്റെ കണ്ണീര് തുടച്ചു മാറ്റും. ഇതെല്ലാം പ്രോഫസികൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ആത്മാവിൽ ഉണർവ് ഒരു പ്രോഫസി അങ്ങോട്ട് പറയുകയാണ്, കപ്പല് തകർന്നു പോകുമെന്നല്ലാതെ നിങ്ങൾക്ക് ആർക്കും ജീവഹാനി സംഭവിക്കാൻ. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അറിയാൻ പെട്ടെന്ന് ആഗ്രഹമുള്ളവർ ബൈബിൾ എടുത്ത് വായിച്ചു. ഇല്ലെങ്കിൽ ഞാൻ വരുന്ന ദിവസം ഞാൻ തന്നെ ബാക്കി പറയാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആകെ ഇപ്പോൾ എന്താ പറയണത്, ഇപ്പോൾ ഒരു കുടുംബത്തിൽ മരണം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, നിരാശപ്പെട്ട് സങ്കടത്തിൽ. അവിടെയൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ആ ഒരൊറ്റ വാക്ക് വഴി ആ കുടുംബത്തെ വഴി ഉണർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം അതല്ലെങ്കിൽ നമ്മുടെ ഒരുത്തന് മനസ്സ് കഥാ നമ്മുടെ ഓഫീസിൽ അവിടെ ഒരു ഫ്രണ്ടാണ് എപ്പോഴും ഓഫായി, നീ ഒരു പ്രൊഫറ്റിക്കാനുള്ളൊരു ഇടപെടലൊക്കെ നടത്തി നോക്കി അല്ലേ. അല്ലാതെ ആശ്വസിപ്പിച്ച് തട്ടിയും മുട്ടി ആശ്വസിപ്പിച്ചിട്ട് വല്ല കാര്യം നടക്കും. ഒരു പ്രോഫസി കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരു ആശ്വാസം കിട്ടുകയാണ് അല്ലേ. പ്രോഫസി എന്ന് പറയുന്ന പോലെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. കർത്താവ് ഇതാ നിങ്ങളുടെ തകർച്ചകളെ മാറ്റാൻ പോകുന്നു അല്ലേ. പ്രവാചകന്മാരങ്ങനെയല്ലേ പറയുന്നത്, നിങ്ങൾക്കൊരു നല്ല കാലം വരാൻ പോകുന്നു അല്ലേ. അതൊക്കെ വിശ്വാസത്തിൽ അങ്ങനെ കണ്ടൊരു ചുമ്മാ പറഞ്ഞേക്കരുത് കേട്ടോ, അന്നേരം പിന്നെ നുണയാവും. ആത്മാവിൽ അതുകൊണ്ടൊരു പ്രവചന വരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഈശോ ഒരുപാട് കാര്യങ്ങൾ ഈശോ നമുക്ക് തരും കേട്ടോ. പ്രവചനത്തിൽ തീർച്ചയായും പ്രാർത്ഥിക്കുന്നതിനെ ബൈബിളിലുണ്ട്. എന്നാ പിന്നെ ശരി കേട്ടോ, നാളെ കർത്താവ് അനുഗ്രഹിച്ചാൽ കാണാം. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കാം ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല സന്തോഷത്തോടെ നന്നായിട്ട് സ്തുതിക്കാവോ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ വലിയ ദൈവ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചികപ്പെട്ട അന്ധകാരശത്രു ഉപദ്രവങ്ങളെ, ശല്യങ്ങളെ, ബാധകളെ, ബോധങ്ങളെ, തടസ്സങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിൽ ഞാട്ടി പായിക്കുന്നു. പ്രാർത്ഥനയാലും വചനത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവചന വരത്തിന്റെ ഒരു ആത്മാവ് ശക്തമായി നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ആവസിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവെ, തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, എന്റെ ദൈവമേ, ഏശയ്യായാലും ജെറമേലൊക്കെ വചനം കിടക്കുകയാണ്. കർത്താവ്, തകർന്നു പോയ പുരാതന അവശിഷ്ടങ്ങൾ പണിതുയർത്തുന്ന കർത്താവേ,
തകർന്നു കിടക്കുന്ന കുടുംബ ബന്ധങ്ങളെ അവിടുന്ന് പണിതുയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശീർവദിക്കുന്നു. ഭിന്നിപ്പിക്കാൻ നോക്കുന്ന ദുഷ്ടാരികൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നവർ, ഡിവോഴ്സിന്റെ അരൂപികൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നവർ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് ഇന്ന് ദിവസം ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.